നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 ജൂൺ 5 കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കേട്ട ന്യൂസ് ഒരു കലാകാരൻ്റെ മരണമായിരുന്നു. 24 കണക്ട് എന്ന ഒരു പരിപാടി കഴിഞ്ഞ് 24 ന്യൂസും ഫ്ലവേഴ്സും കൂടി ഒന്നിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ കലാകാരന്മാർ തിരിച്ചു പോകുമ്പോൾ കാറിടിച്ച് ഒരു കലാകാരൻ മരിക്കുകയും മറ്റേ 2 കലാകാരന്മാർക്ക് പരുക്കുകളോടെ രക്ഷപ്പെട്ടു വന്നു. ആ മരണപ്പെട്ട കലാകാരൻ്റെ പേരാണ് കൊല്ലം സുധി. നല്ല ഒരു കലാകാരനായിരുന്നു. ആ കലാകാരൻ്റെ അവസാനത്തെ പ്രോഗ്രാം വളരെ നന്നായിട്ട് ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കോമഡി കലാകാരനായിരുന്നു ശ്രീ കൊല്ലം സുധി. ഞാൻ കൊറോണ പിടിച്ച് ഇരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട് ചിരിച്ച ഒരു പ്രോഗ്രാം കൊല്ലം സുധിയുടെ പ്രോഗ്രാമുകളായിരുന്നു. വളരെ നല്ല ഒരു ആക്ടിംഗ് ആയിരുന്നു. അതായത് വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ കൊല്ലം സുധി. ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ കളിയാക്കൽ കേൾക്കുന്ന ഒരു നടനായിരുന്നു കൊല്ലം സുധി. ബീഡിയെന്നും കള്ളുകുടിയനെന്നും അങ്ങനെ പല അതായത് മറ്റുള്ളവർ കളിയാക്കുന്ന ഒരു കലാകാരനായിരുന്നു. പക്ഷേ നല്ല മനസ്സുള്ള ഒരു കലാകാരനായിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ വേഗം വിളിക്കുമെന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം ശ്രീ കൊല്ലം സുധിയെ വേഗം ദൈവം വിളിച്ചത്. കൊല്ലം സുധിയുടെ ഭാര്യയെ പിടിച്ച് പല ടോളുകളുണ്ടെങ്കിലും നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഒരു കലാകാരനായിരുന്നു. എത്ര മഴവിൽ മനോരമയുടെ എത്ര നല്ല സ്കിറ്റുകൾ അദ്ദേഹം കളിച്ചിരിക്കുന്നു. കൊറോണ സമയത്ത് നമുക്ക് ഒരു ആശ്വാസം നൽകുന്ന, അത് ഞാൻ കണ്ട് സമാധാനിച്ചിട്ടുള്ള കുറച്ച് കോമഡി പ്രോഗ്രാം ഇഞ്ചിമിഠായി എന്ന് പറയുന്നതും ഗുസ്തിക്ക് അടിവാങ്ങുന്നതും പാഷാണം ഷാജിയായിട്ടുള്ളതും കല്യാണ തലേന്ന് ഉള്ള അങ്ങനെ പല സ്കിറ്റുകളെല്ലാം വളരെ മനോഹരമായിട്ട് ആ ഒരു സൗണ്ട്, ആ ഒരു രൂപത്തിനൊത്ത സൗണ്ടും മോഹൻലാലിനെ അനുകരിക്കുന്നതും എല്ലാം വളരെ നന്നായി അദ്ദേഹം ചെയ്യുമായിരുന്നു. ഇത് ഞാൻ ഇന്ന് പറയുന്നതല്ല. ഞാൻ പണ്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരെ അയച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലം സുധി നല്ലൊരു കലാകാരനാണ്. മരണത്തിന് ശേഷമല്ല, മരണത്തിന് മുമ്പ്, അതായത് ഏകദേശം ഒരു 4 കൊല്ലം മുമ്പൊക്കെ ഞാൻ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി കലാകാരൻ ഓർക്കുന്നു എന്നും.